സ്വദേശികളുടെ തൊഴിൽ നഷ്ടവും തൊഴിൽ വിപണിയിലെ മാറ്റങ്ങളും സംബന്ധിച്ച പ്രത്യാഘാതങ്ങൾ ശൂറ കൗൺസിൽ വിശദമായി ചർച്ച ചെയ്തു. തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് സെയ്ദ് ബൗൻ അവതരിപ്പിച്ച പ്രസ്താവനയെ അടിസ്ഥാനമാക്കിയായിരുന്നു ചർച്ച. 2025-26 കാലയളവിലെ മൂന്നാം സമ്മേളനത്തിന്റെ 8ാം സിറ്റിംഗിന്റെ ഭാഗമായാണ് ചർച്ച നടന്നത്. തൊഴിൽ സ്ഥിരത കൈവരിക്കൽ, തൊഴിൽ പരിശീലന സംവിധാനം വികസിപ്പിക്കൽ, തൊഴിൽ അന്വേഷകരെ ഉൾക്കൊള്ളൽ എന്നിവയിൽ മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതികളുടെ ഫലപ്രാപ്തി അംഗങ്ങൾ വിലയിരുത്തി. താൽക്കാലിക പരിഹാരങ്ങൾക്ക് പകരം ദീർഘകാല തന്ത്രപ്രധാന നയങ്ങൾ സ്വീകരിക്കണമെന്ന് കൗൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് സ്വകാര്യ മേഖലകളിലേക്ക് സ്വദേശികൾക്ക് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ഉറപ്പാക്കണമെന്നും വൊക്കേഷണൽ ട്രെയിനിംഗ് രംഗം ശക്തിപ്പെടുത്തണമെന്നും കൗൺസിൽ നിർദ്ദേശിച്ചു. തൊഴിൽ മന്ത്രാലയം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അനുബന്ധ ഏജൻസികൾ എന്നിവ തമ്മിലുള്ള നിലവിലെ സഹകരണ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണം. വിപണി ആവശ്യകതകൾക്കനുസരിച്ച് പഠന വിഭാഗങ്ങളും അക്കാദമിക് പ്രോഗ്രാമുകളും പുതുക്കാനുള്ള വ്യക്തമായ സംവിധാനങ്ങളും രൂപപ്പെടുത്തണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഭാവിയിലെ തൊഴിൽ സാധ്യതകൾ കണക്കിലെടുത്ത് പുതുതലമുറയെ ഒരുക്കുന്നതിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ പങ്ക് നിർണായകമാണെന്നും കൗൺസിൽ ചൂണ്ടിക്കാട്ടി.